അപ്പം ഇന്നേ നമ്മുടെ കുറ്റിപ്പയർ കുറേ പിടിച്ചിട്ടോ. അപ്പം അത് നമുക്കൊന്ന് വിളവെടുക്കാം. ഒരു തോരനുള്ള ഉണ്ട്. അതാണ്ട് ഇതിൽ നിറച്ച് പിടിച്ച്, ഇതിൽ പിടിച്ച്, ഇതിൽ ഒന്ന് രണ്ടൊക്കെ അങ്ങ് വിളവായിപ്പോയി. ഇടയ്ക്ക് ഉറുമ്പൊക്കെ ഉണ്ട്. അതാണ്ട് ഇതിൽ അപ്പം നട്ടതിലൊക്കെ 2-3 പയർ വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വിളവെടുക്കാം. പയർ വിളവെടുക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ കറക്കി എടുക്കാൻ നോക്കണം, ഞെട്ടൊടിയാതെ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും പയർ പിടിക്കും. ഉറുമ്പുണ്ട്. അതാണ്ട് ഇതിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ വിത്ത് എടുക്കാം. കുറച്ച് പയറൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് വിത്ത് നിർത്തിയാൽ മതി കേട്ടോ. ഇതാണ്ട് ഇതിലും പിടിച്ചിട്ടുണ്ട്. നമ്മൾ നട്ട പയറിനകത്ത് എല്ലാം ഇതിൽ ഒരു തൈയാണ് നിൽക്കുന്നത്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഒരു തൈ നിൽക്കുമ്പോൾ തന്നെ അത് നല്ല ഒരു തൈ നട്ടാൽ മതി, നല്ല പടന്ന് കയറും. അത് ഇച്ചിരി വിളയണം. കുറ്റിപ്പയറിൽ നിന്നുള്ള ആദ്യത്തെ വിളവെടുപ്പായിട്ടുണ്ട്. ഒരു തോരനൊക്കെ ഉണ്ട് കേട്ടോ, കുറേശ്ശെ കഴിച്ചാൽ മതിയല്ലേ. നമ്മുടെ തക്കാളിയില്ലേ, നമ്മൾ നട്ടു കൊടുത്ത തക്കാളിയിലെല്ലാം കാ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു രോഗം വന്നിട്ടുണ്ട്. അടിയിൽ കണ്ടോ കരിയുന്നത്? ഇത് കാൽസ്യത്തിന് കുറവുണ്ടാണ്. അപ്പം നമ്മളതിൽ ഒന്നി കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കുമ്മായം ഉണ്ടല്ലോ, കുമ്മായം കലക്കി ഒഴിച്ച് കൊടുത്താലും മതി, കുറേ മാറി കിട്ടും. ഇതിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ തക്കാളി ഒന്ന് ഈ തക്കാളിക്ക് ഇല വേണ്ട, ഇലയുടെ ആവശ്യമില്ല തക്കാളിക്ക്. അപ്പം നമുക്ക് ഇല ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇല കട്ട് ചെയ്ത് കളയുമ്പം വിളവ് കൂടുതൽ കിട്ടും. മൊത്തത്തിൽ ഇല കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ കീടശല്യം ഉണ്ടല്ലോ, കീടശല്യം കുറേ കുറഞ്ഞിട്ടും ഇല കട്ട് ചെയ്ത് നിർത്തിയാലേ. തക്കാളിക്ക് വരുന്ന പ്രധാന രോഗമാണ് ഈ വാട്ടരോഗവും പിന്നെ ഈ മൂഴിച്ചീയൽ രോഗം ഉണ്ടല്ലേ, അത് രണ്ടുമാണ് പ്രധാനമായിട്ടും തക്കാളിക്ക് വരുന്നത്. അത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളി നമ്മൾ കൃഷി ചെയ്താൽ നല്ല നേട്ടമാണ്. നമ്മൾ ഈ പുരയിടത്തിലൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ തക്കാളിക്ക് എന്നും ഒരു വിലയാണ്. നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിലോ 80 രൂപ വെച്ച് കിട്ടും. അപ്പം 300 മൂട് 400 മൂട് വരെ നട്ട സമയമുണ്ട് തക്കാളി. ആ സമയത്ത് നമുക്ക് 1-2 ട്രിപ്പ് വിളവെടുക്കാം, എങ്കിലും നമുക്ക് നേട്ടം. നമുക്ക് ഒരു കിലോ വിൽക്കുമ്പോൾ നമുക്ക് 80 രൂപ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പം തക്കാളി കൃഷി നഷ്ടമൊന്നുമില്ല, നമുക്ക് നേട്ടം തന്നെ ആയിരുന്നു. ഇപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളിയേ ഉള്ളൂ. ഇനി നമുക്ക് നിൽക്കാം, മൊത്തം അങ്ങനത്തെ കട്ട് ചെയ്ത് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി നമ്മൾ മുട്ടച്ചി ആക്കിയിട്ടുണ്ട്. ഇത്ര ഇല കിട്ടി, അത് നമുക്ക് മുയലിന് കൊടുത്താൽ മതി. ഇതാ നോക്കേ, തക്കാളി ഇല കുറേ കട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ ഇതുപോലെ തക്കാളി വളർത്തുന്നവർ ഇല ഇതുപോലെ എപ്പോഴും കട്ട് ചെയ്ത് നിർത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ബാക്കി തക്കാളിയുടെ വിളവെടുപ്പും കൂടെ നടത്തിയിട്ട് ഇതിനിൽ കാൽസ്യം ഒഴിക്കണം. പഴയ തക്കാളി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പഴയ തക്കാളിയിൽ ഇപ്പോഴും പിടിച്ചുകൊണ്ട് വെക്കുന്നു. ഇനി അതെല്ലാം പുഴുതു മാറ്റണം. അപ്പോൾ അടുത്ത നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്